നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ അഭിമാനവും അതുപോലെ തന്നെ സന്തോഷകരമായിട്ടൊരു ദിനമാണ്. കാരണം കൊല്ലങ്കോട് ലയൺസ് ക്ലബ്ബും തത്തമംഗലം ലയൺസ് ക്ലബ്ബും സംയുക്തമായിട്ട് ഒരു ദിവസം 23 പ്രൊജക്ട് എന്നുള്ളൊരു റെക്കോർഡിലോട്ടാണ് ഇന്ന് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഏകദേശം നമ്മൾ അതിൽ എല്ലാ പ്രൊജക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും എൻവയോൺമെന്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോ സ്കൂളുകളും 10 സ്കൂളുകളെ സെലക്ട് ചെയ്തിട്ട് 20 ഗ്രോ ബാഗ് ചെടികളാണ് നമ്മളവിടെ കൊടുക്കുന്നത്. എൻവയോൺമെന്റിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നല്ലൊരു കയ്യടി അദ്ദേഹത്തിന്. അപ്പൊ അതുപോലെ തന്നെ ബഡ്സ് സ്കൂളിൽ നമ്മൾ 2 സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ലഞ്ചും പിന്നെ മറ്റൊരു സ്ഥലത്ത് സ്നാക്സുമായിട്ട് ബഡ്സ്, അതിന്റെ കോർഡിനേറ്റർ പീതാംബരേട്ടനാണ്. അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങൾ വരാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഹങ്കർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വഴിയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് പൊതിച്ചോറ് അങ്ങനെയുള്ള ഒരു ഇതുകൂടെ ഉണ്ട്. പിന്നെ കായ്കൾ, പച്ചക്കറികൾ നമ്മൾ ഓർഫനേജുകളുമായി ബന്ധപ്പെട്ടിട്ട് പച്ചക്കറികൾ, അതിൻ്റെ പച്ചക്കറികളുടെ ഒരു വിഭവം തന്നെ ഉള്ളിലുണ്ട്. അപ്പോൾ പച്ചക്കറി കിറ്റുകളുമായിട്ടും അങ്ങനെ 23 പ്രൊജക്റ്റുകൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് വരികയാണെന്നുള്ളൊരു പദ്ധതിക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡിസ്ട്രിക്റ്റിൽ തന്നെ ആദ്യത്തെ പ്രൊജക്റ്റാണ് എന്നുള്ളത് അതിയായി തന്നെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ആരംഭിച്ച് ചെയ്തിട്ടുള്ള അപ്പോൾ ഈ യാത്രയിലൂടെ നമ്മൾ ചിറ്റൂർ മുതൽ നെല്ലിയാമ്പതി വരെ ഒരു യാത്രയിലൂടെ യാത്രയും മധ്യേ ഉള്ള എല്ലാ സ്കൂളുകളും സെലക്ട് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം ഒരാഴ്ചയായി വേഗം നമ്മളും ഇരുന്ന് ഓരോരു ചാർട്ട് ചെയ്തിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇത്രയും എല്ലാവരും എത്തിച്ചേർന്നതിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റിന് ക്ഷണിക്കണം. തത്തമംഗലം ലയൺസ് ക്ലബിനും കൊല്ലങ്കോട് ലയൺസ് ക്ലബിനും ചരിത്ര നേട്ടം. ചിറ്റൂർ ലയൺസ് ക്ലബ്ബ് ഓഫ് 318Dയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രൊജക്റ്റ് ഓൺ വീൽസ് എന്ന പദ്ധതിയിലൂടെ ഒരു ദിവസം തന്നെ 29 വ്യത്യസ്ത പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ട് റെക്കോർഡ് നേടി. ചിറ്റൂർ JTS സ്കൂളിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജ്യോതിഷ് കുന്നംകുളം, RC ഗിൽബർട്ട്, RC സദാനന്ദൻ, തത്തമംഗലം ലയൺസ് ക്ലബിൻ്റെയും കൊല്ലങ്കോട് ലയൺസ് ക്ലബിൻ്റെയും ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 2 ക്ലബ്ബുകൾ സംയുക്തമായി 29 പ്രൊജക്റ്റുകൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് സംസ്ഥാനതല റെക്കോർഡ് തന്നെയാണെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ അഭിപ്രായപ്പെട്ടു. നമുക്ക് കിട്ടുന്ന വോളിയും നമുക്ക് കിട്ടുന്ന ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും കുറെ കൂടെ കൂടുതലാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരിലൂടെ ലയൺസിന്റെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ ഉന്നമനത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം വളരെ നല്ലത്. ഞാൻ 2ാമത്തെ പ്രോഗ്രാമിലാണ് നടത്തിയത് അല്ലേ? അതെ. അതിനു മുമ്പ് അതിന്റെ കോർഡിനേറ്റർ പീതാംബരേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. വളരെ വ്യത്യസ്തമായിട്ട് ജനോപകാരപ്രദമായിട്ട് ഒരു ലയൺസ് ക്ലബ്ബ് എങ്ങനെ ചെയ്യണോ എല്ലാം മാതൃകാപരമായിട്ട് ചെയ്യേണ്ട പ്രവർത്തികളെല്ലാം തത്തമംഗലം ക്ലബിന്റെ ഭാഗത്ത് ചെയ്യേണ്ടത്. അവര് കൊല്ലംകോടിനെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു വർഷങ്ങളായിട്ടുള്ള ഈ ക്ലബ്ബ് നിങ്ങൾ ഇതിൽ നിന്നും കണ്ടു പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനേക്കാട്ടിലും മുമ്പിൽ വരാൻ ശ്രമിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ നല്ല പ്രവർത്തനങ്ങൾ ഈ വർഷം ശ്രീറാമിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ വ്യത്യസ്തമായ ആശയങ്ങളൊക്കെ ഒരു വർഷം ആണ് ആകെ ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ചോളുന്നത്. ആ വർഷം വളരെ ഭംഗിയാക്കി കഴിഞ്ഞാൽ ആ വർഷത്തെ പ്രസിഡന്റിന്റെ എല്ലാ കാലങ്ങളും ഓർമ്മ വയ്ക്കും. ആ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീറാം പ്രവർത്തിക്കുന്നത്. ഇനിയും ഒട്ടേറെ പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ട് അതെ പലതും ഒരുമിച്ച് ഇനി കൂട്ടാം ക്ലബ്ബുകളെ. അതേപോലെ തന്നെയാണല്ലോ നമ്മൾ വിഷന്റെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് 15 ക്ലബ്ബ് ഒന്നിച്ച് ഞങ്ങൾ അഹല്യയിലെ ഉദ്ഘാടനത്തിന് ഞാനാണ് വന്നത്. അതിന് വ്യത്യസ്തമായിട്ട് കുറെ കൂട്ടായ്മയോടുകൂടി ചെയ്യുമ്പോഴുള്ള കുറെ എഫേർട്ടുകൾ നമുക്ക് കുറയും, കുറെ വോളിയം നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അതിനെല്ലാം ഈ ഒരു അവസരത്തിൽ ലയൺസ് ശ്രീറാമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രലോഭ് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലങ്കോട് ക്ലബിന്റെ പ്രലോഭം ചേർന്നാൽ അദ്ദേഹത്തിനും അഭിനന്ദനങ്ങൾ. 2 ക്ലബിന്റെ ആളുകൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇതിന്റെ കുന്നംകുളത്തുനിന്ന് എത്തി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവർ വരണവരെ എനിക്കറിയില്ല. 2 പേരും കുന്നംകുളത്തുനിന്ന് ജ്യോതിഷിനെയും ഗിൽബർട്ടിനെയും ഏറ്റവും നല്ല രീതിയിൽ അവർ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇതിന്റെ ഫ്ലാഗ് ഓഫ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഫ്ലാഗ് ഓഫ് കൊടിയില്ലേ? ഫ്ലാഗ് ഓഫ് വേണം മുമ്പിൽ വന്ന് ചെയ്യാം. എല്ലാവരും ഒന്ന് നിൽക്കട്ടെ.
അപ്പം എല്ലാവരും നല്ല സ്ഥാനത്തെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിന് നമുക്ക് സപ്പോർട്ട് വേണ്ടത് ശക്തിയുള്ള ശരീരവും സ്ട്രൈറ്റ് ആയിട്ടുള്ള ബുദ്ധി കൂർമ്മതയും വേണ്ടത്. അത് നശിപ്പിക്കുന്ന ഒരു വലിയ ഘടകമാണ് ഡ്രഗ്സ്. അതെല്ലാവർക്കും അറിയാം. അത് ചെറുത് തൊട്ട് വലുത് വരെ, മിഠായി തൊട്ട് വലിയ ഡ്രഗ്സ് വരെയും നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. പഞ്ചസാര നിങ്ങൾ ആരും ഉപയോഗിക്കാതിരുന്നാൽ എല്ലിന് നല്ല ബലം കിട്ടും. ശരിയാ. ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കരുത്, കോഫി തൊട്ട്. ശരിയാ. ഏതാണെങ്കിലും ഒരു ലഹരിയാണ്. അപ്പം ശരീരവും മനസ്സും ശുദ്ധിയായിട്ടിരിക്കുക, ഷാർപ്പായിട്ടിരിക്കുക. അതാണ് നമുക്ക് ഓപ്പോസിറ്റുള്ള ആൾക്കാരെക്കാളും നമുക്ക് മെച്ചപ്പെടുത്താൻ നമ്മുടെ ശരീരത്തിനും മനസ്സിനും തരുന്ന എനർജി തരുന്ന കുറേ ഭക്ഷണങ്ങളുണ്ട്. അത് ചൂസ് ചെയ്യുക, കഴിക്കുക. അപ്പം ഡ്രഗ്സിനെതിരെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഡ്രഗ്സ് നമ്മുടെ വീട്ടിൽ കടത്താതിരുന്നാൽ തന്നെ ധാരാളമാണ്. ശരിയാണ്. മിനിമം നമ്മുടെ വീട്ടിലെ ഫംഗ്ഷന് തലേ ദിവസം വെക്കുന്ന ഡ്രഗ്സ്, അതായത് മദ്യം ഉൾപ്പെടെ അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ഫോഴ്സ് ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ ഫംഗ്ഷന് പോലും നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കാത്ത രീതിയിൽ നമ്മൾ മാക്സിമം അതിനുള്ള ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്. നിങ്ങൾക്ക് ഏവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഒരു നമ്മൾ ലയൺസ് ക്ലബ്ബ് ഓഫ് കൊല്ലങ്കോട്, ലയൺസ് ക്ലബ്ബ് ഓഫ് തത്തമംഗലം രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു ഇത് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ കോച്ചിന് ഇത് കൈമാറുകയാണ്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.